മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നൊരു ഏത്തയ്ക്ക പൊരി അല്ലെങ്കിൽ പഴം പൊരി അല്ലെങ്കിൽ ഏത്തയ്ക്ക അപ്പം എന്നൊക്കെ പറയും കേട്ടോ. അതിൻ്റെ പുറം നല്ല മിനുസവും ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. നമ്മുടെ വീട്ടിൽ 10-20 പേര് ഗസ്റ്റൊക്കെ വരുവാണ്, നമുക്ക് പെട്ടെന്ന് ഇതേ രീതിയിൽ ഏത്തയ്ക്കാപ്പം തയ്യാറാക്കാം. നമ്മൾ കടയിലൊന്നും ഏത്തയ്ക്കാപ്പം മേടിക്കാനായിട്ട് പോകുമെന്നും വേണ്ട, അത്രയ്ക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കൃത്രിമമായിട്ടൊന്നും ചേർക്കാതെ തയ്യാറാക്കിയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോ നമുക്കൊക്കെ ചായ കുടിക്കാനൊക്കെ കടിക്കാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതേ രീതിയിൽ തയ്യാറാക്കാം. അതേ രീതിയിൽ ചെയ്യും. ഇപ്പോൾ ഏത്തയ്ക്കാപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മളതിൻ്റെ മാവ്, അതായത് ബാറ്റർ റെഡിയാക്കണം. അതിന് ഇതേ രീതിയിൽ വിസ്താരമുള്ളൊരു ചരുവാണ് എടുക്കേണ്ടത്, കാരണം നമുക്ക് ഏത്തയ്ക്ക മുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 400 ഗ്രാം കണക്കാക്കി, ഇതൊരു 100 ഗ്രാം വലിപ്പമുള്ള ഒരു തവിയാണ്. ഇതിനൊരു 4 തവി മൈദാമാവ് എടുക്കുന്നുണ്ട് കേട്ടോ. മൈദാമാവാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 4 മൈദാമാവ് എടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു തവി, അതായത് 100 ഗ്രാം കണക്കാക്കി തന്നെ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്, നല്ല ക്രിസ്പി ആകാൻ വേണ്ടി. കണ്ടില്ലേ, അരിപ്പൊടിയും ചേർത്ത് ഒരു ശകലം കൂടി ചേർത്തു. നമ്മളിതിലേക്ക് ഇനിയും നമ്മൾ 2 ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു സോഫ്റ്റ് കിട്ടാൻ നമ്മൾ അധികം നേരം വെക്കുന്നില്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയാണ് കേട്ടോ, പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത്, ഒരു പിഞ്ച്, ഒരു 1/4 ടീസ്പൂൺ ഇല്ല, ഇച്ചിരി സോഡാപ്പൊടിയും ചേർത്ത്, കാരണം ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്തു. ഈ സോഡാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ മാവിന് ഒരു കളർ കിട്ടും, നമ്മളിത് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കിയാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കും. നമുക്ക് അധികം പഞ്ചസാര വേണ്ട, വരുന്നവരൊക്കെ ഷുഗറുള്ളവരാണ്. അപ്പം നമ്മുടെ ഏത്തയ്ക്കായ്ക്ക് നല്ല മധുരമാണല്ലോ, അപ്പോൾ 2 ടേബിൾ സ്പൂൺ കണക്കാക്കിയാണ് ഞാൻ മധുരം ചേർത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല മിനുസത്തോടു കൂടിയുള്ള ഏത്തയ്ക്കാപ്പം കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ തനതായ കളറുമാണ് കേട്ടോ, നമ്മൾ കളറൊന്നും ആർട്ടിഫിഷ്യൽ ചേർക്കുന്നില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ, പെട്ടെന്ന് ഡയറക്റ്റ് വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്ത് ഉണ്ട കിട്ടും കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളിത് ലൂസാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേ രീതിയിൽ ലൂസാക്കി എടുത്തിട്ട് നമ്മളിനിയും തരിതരിയുണ്ട്, നമ്മളിനി മിക്സിക്കകത്തിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നല്ല നൈസാകും. അപ്പോൾ മിക്സിക്കകത്തിട്ട് അടിച്ച് കൊണ്ടുവന്ന് നമ്മളൊന്ന് കൂട്ടി ഇളക്കി. കണ്ടില്ലേ, ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം, അല്ലെങ്കിൽ അധികം ലൂസും ആവരുത്, അധികം കട്ടിയാവരുത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എള്ള്, 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുക, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, കാണാനൊരു ഭംഗിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സീഡാണല്ലോ, നല്ലതാണ് നമ്മുടെ ഹൃദയാരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ് നമ്മുടെ എള്ള്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ഈ അരമണിക്കൂർ ഇരിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഏത്തയ്ക്ക അധികം പഴുത്ത് അളിഞ്ഞു പോകരുത്. ഈ പഴുപ്പിലുള്ള ഏത്തയ്ക്കയാണ്, ഞാനൊരു 9 ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഏത്തയ്ക്ക നമ്മൾ 3 ഏത്തയ്ക്കാപ്പം തയ്യാറാക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ 9 ഏത്തയ്ക്ക ആകുമ്പോൾ നമുക്കൊരു 27 ഏത്തയ്ക്ക അപ്പമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്, ഏത്തയ്ക്ക പൊരി അല്ലേ പഴംപൊരി. അപ്പം നമ്മളായിട്ട് ഇതിൻ്റെ ഈ ഞെടുപ്പ് ഇങ്ങനെ ഇച്ചിരി ചേർത്ത് കണ്ടിച്ചു, കാരണം വലുതും ചെറുതുമായിട്ടുള്ള ഏത്തയ്ക്ക ആയതുകൊണ്ട് ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടി ആ ഞെടുപ്പ് കുറേ ഭാഗം കണ്ടിച്ച് കളഞ്ഞ, വാലും കുറച്ച് കണ്ടിച്ച് കളയുന്നുണ്ട്, കാരണം ചെറിയ ഏത്തയ്ക്കായും ഉണ്ട്. അപ്പോൾ കണ്ടില്ലാണ്ട് ഇതേ രീതിയിൽ 3 ഞാനങ്ങ് കട്ട് ചെയ്യുവാണ് കേട്ടോ. ഇതേ രീതിയിൽ 3 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എല്ലാവരും കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതേ കനമായാലും മതി, എല്ലാവർക്കും കഴിക്കാൻ കിട്ടും, നല്ല വീർത്തൊക്കെ വന്നു കഴിയുമ്പോഴേ. അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കണ്ടില്ലേ, ഇത് ഇച്ചിരി ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഏത്തയ്ക്കയുടെ വാലും തലയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഒരേ വലിപ്പം ഇരിക്കണം, പിന്നെ എല്ലാം ഒന്നും ഒരേ വലിപ്പം ആയിട്ടില്ല എങ്കിൽ പോലും നമ്മളങ്ങനെ ആണ് ഇത് റെഡിയാക്കേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എല്ലാം ഇങ്ങനെ കട്ടെടുത്തു കേട്ടോ. ഇനി നമുക്ക് കണ്ടത് നമ്മുടെ ഈ മാവിൽ മുക്കുമ്പോൾ ഇതേ രീതിയിൽ ഇരിക്കണം, കണ്ടില്ലേ. കൂടുതൽ അങ്ങ് തിക്കായിട്ട് ഇരിക്കരുത്, ഇതേ രീതിയിൽ ഇരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ മാവ് ലൂസാക്കേണ്ടത്. ആദ്യം കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിനിയും ഏത്തയ്ക്കാപ്പം തയ്യാറാക്കാൻ നമ്മുടെ ചരിച്ചിട്ട് അടുപ്പിൽ വെച്ച് ഞാൻ 1/2 ലിറ്റർ സൺഫ്ലവർ ആണ്. നമുക്ക് എത്ര ലാഭമാണെന്നറിയാം, 1/2 ലിറ്റർ എന്ന് പറയുമ്പോൾ 500 ഗ്രാം സൺഫ്ലവറിലാണ് ഞാനൊരു 27 എണ്ണം തയ്യാറാക്കിയത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി ഒരു ഇച്ചിരി മാവ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ ഓരോന്നങ്ങ് പിറക്കിയിട്ട് കൊടുക്കുവാണ് കേട്ടോ. വെറും നിസ്സാരമാണ്, നമുക്ക് എനിക്കങ്ങ് രസം തോന്നി ഇത് ചെയ്തപ്പോൾ, കണ്ടില്ലേ. അതിട്ടു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം 3 എണ്ണമാണ് ചെയ്തെടുത്തത് കേട്ടോ.
3 മൂപ്പിച്ചെടുത്തത്. ആദ്യം ഇച്ചിരി ഒന്ന് മൂത്ത് പോയി. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഒരേ രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇച്ചിരി ഒന്ന് കളർ കൂടിപ്പോയെന്ന് തോന്നുന്നു, കാരണം മൂത്ത് പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഒത്തിരി മൂക്കുമ്പോൾ നമുക്ക് കരിമൂരാന്ന് ചവച്ച് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 3 ചുട്ടെടുത്തു. പിന്നെ ബാക്കിയെല്ലാം 4ഉം 5ഉം ഒക്കെ ഇട്ട് നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കുറച്ചെണ്ണ, 1/2 ലിറ്റർ, അതായത് 1/2 കിലോ സൺഫ്ലവർ ഓയിൽ കൊണ്ടാണ് നമ്മൾ 27 ഏത്തയ്ക്കാപ്പം തയ്യാറാക്കിയത്. എണ്ണ ഇത്രയും ബാലൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്കാപ്പം ഇവിടെ റെഡിയായി. കണ്ടില്ലേ, എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ മക്കളെ. ഏത്തയ്ക്ക വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ അലച്ചെങ്ങും ഓടി പോകണ്ട. നമ്മുടെ വീട്ടിൽ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പഴയതുപോലെ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. ഓൾ എന്ന ഓപ്ഷനോടൊന്ന് ഇനേബിൾ ചെയ്യുക. അപ്പം മക്കളെ, എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം അമ്മേ കേട്ടോ. അടുത്ത ഒരു നല്ല വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.